നമസ്കാരം സിബി, പറഞ്ഞോളൂ. ഓക്കെ, സദാർക്ക നമ്മുടെ മഹാരാഷ്ട്ര കോർപ്പറേഷനിലേക്കുള്ള ഇലക്ഷൻ കഴിഞ്ഞു. ഇലക്ഷന്റെ റിസൾട്ട് പുറത്തു വന്നു. BJPക്ക് ഒരു വൻ മുന്നേറ്റമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ മതേതര ഇന്ത്യ ഭയക്കേണ്ട ചില സംഭവവികാസങ്ങൾ കൂടി മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്താണ് പ്രതികരിക്കാനുള്ളത്? മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു പോയിന്റാണ്. ഒപ്പം തന്നെ അവിടെ ഈ ശരത് പവാറിന്റെ പാർട്ടി, അതുപോലെ അജിത് പവാറിന്റെ പാർട്ടി, ഉദ്ധവ് താക്കറെ, ഇവർക്കെല്ലാം നല്ല തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ മഹാരാഷ്ട്ര ഇലക്ഷൻ രാജ്യത്ത് ഫലം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ രാജ്യം ഭയക്കേണ്ടതായ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്കാണ് അത് പോയിരിക്കുന്നത്. കാരണം ഹൈദരാബാദിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു പാർട്ടിയായിരുന്നു ഒവൈസിയുടെ AIMM എന്ന് പറയുന്ന പാർട്ടി. നമ്മൾ കണ്ടിട്ടുള്ളത് ഹൈദരാബാദിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടി മഹാരാഷ്ട്രയിലെ 29 കോർപ്പറേഷനുകളിലായി 100 സീറ്റ് ജയിച്ചിരിക്കുന്നു ഫലം വിശകലനം ചെയ്യുമ്പോൾ. അത് മാത്രമല്ല, കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിലും 5 അസംബ്ലി സീറ്റുകൾ ജയിപ്പിക്കാൻ ഒവൈസിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബീഹാറിൽ 5 MLA ജയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പോലും 6 പേരാണ് ജയിച്ചിരിക്കുന്നത്. അപ്പൊ 5 പേരെ ജയിപ്പിക്കാൻ മഹാരാഷ്ട്രയില് ഇവർക്ക് കഴിഞ്ഞിരിക്കുന്നു, ബീഹാറിൽ കഴിഞ്ഞിരിക്കുന്നു. കാരണം അത് ഒരു വലിയ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് വഴിവെക്കുന്ന രീതിയിൽ ഇന്ത്യൻ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നത് വളരെ ഭയാനകമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മുസ്ലിങ്ങൾ ഒവൈസിയുടെ കീഴിലും ഹിന്ദുക്കൾ സംഘപരിവാറിന്റെ കീഴിലും എന്നുള്ള ഒരു രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തിന് ഗുണകരമാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പം ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഒവൈസി തേജസ്വി യാദവിനെ സന്ദർശിച്ചിരുന്നു. മഹാസഖ്യത്തിൽ കയറാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് 5 സീറ്റുകൾ മാത്രം തന്നാൽ മതി, ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷെ തേജസ്വി പറഞ്ഞത് ഒവൈസി ഒരു മതമൗലികവാദി ആയതിനാൽ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കൂടെ കൂട്ടാൻ കഴിയില്ല എന്ന് പരസ്യമായി പറഞ്ഞാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയത്. തുടർന്ന് ഒവൈസി തേജസ്വി വർഗീയവാദിയാണ്, ലാലു പ്രസാദ് വർഗീയവാദിയാണെന്നാണ് പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രഥയാത്ര നടത്തിയ ലാൽകൃഷ്ണ അദ്വാനിയെ അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിൽ അടച്ച നേതാവ് ലാലു പ്രസാദ് യാദവ്. ആ ലാലു പ്രസാദിനെയാണ് വർഗീയവാദി എന്ന് വിളിക്കുന്നത്. അതിന്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങളും ദീർഘകാല ജയിൽവാസവും മാറാരോഗവും ഒക്കെ ആയ അദ്ദേഹത്തിന് ഈ സ്ഥിതി എത്തിയത്. എന്നിട്ട് ഒരിക്കൽ പോലും അദ്ദേഹം സംഘപരിവാറുമായിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ ലാലു പ്രസാദ് സംഘപരിവാറുമായിട്ട് കോംപ്രമൈസ് ചെയ്താൽ നിതീഷ് കുമാറിനെയൊക്കെ പോലെ അദ്ദേഹത്തിനും ബീഹാർ രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് ഉയർന്ന നിതീഷ് കുമാറിന് ചിലപ്പോൾ പിന്നെ കാണത്തില്ല, ലാലു പ്രസാദ് കാണത്തുള്ളൂ. പക്ഷെ ലാലു പ്രസാദ് പറഞ്ഞത് ഞാൻ ഒരിക്കലും സംഘപരിവാറിന് മുന്നിൽ മുട്ടുമടക്കത്തില്ല, കാരണം അങ്ങനെ മുട്ടുമടക്കിയാൽ ഞാനല്ലാതായി മാറുമെന്ന് പറഞ്ഞ നേതാവാണ് ലാലു പ്രസാദ്. ആ ലാലു പ്രസാദ് യാദവിനെ വർഗീയവാദി എന്ന് വിളിച്ചുകൊണ്ടാണ് ഒവൈസി അവിടെ പ്രചരണം നടത്തിയത്. 5 സീറ്റ് ജയിച്ചു. ഇപ്പൊ ഉത്തർപ്രദേശിൽ ഒവൈസി പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. കാരണം ഒവൈസി മുസ്ലിങ്ങളുടെ വൈകാരികതയെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. മുസ്ലിങ്ങളുടെ വിവേകപരമായി ചിന്തിക്കുന്ന മുസ്ലിങ്ങൾ കൂടുതൽ സെക്കുലർ ആകണം, അവർ സെക്കുലർ പാർട്ടികളോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഞാനത് എപ്പോഴും പറയുന്നതുമാണ്. മുസ്ലിങ്ങളെ ഇങ്ങനെ വൈകാരികതയുടെ പേരിൽ ഒവൈസിയുടെ പുറകെ, SDPIയുടെ പുറകെ, ജമാഅത്ത് ഇസ്ലാമിയുടെ പുറകെ അങ്ങനെ പോകുന്നത് അവർക്ക് ദോഷമേ ഉണ്ടാക്കത്തുള്ളൂ. അപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളർന്നു വരുന്ന മതപരമായ ധ്രുവീകരണത്തിന്റെ ഏറ്റവും വലിയ വ്യക്തമായ ഉദാഹരണം കൂടിയാണ് അവസാനമായി നടന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് എന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഞാൻ കാണിച്ചിട്ടുണ്ട് സത്രക്കെ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDF VD സതീശൻ പറഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ ഊതി വീർപ്പിക്കുന്ന ബലൂണാണ്. കേരളത്തിൽ ഒരു നിയോജക മണ്ഡലത്തിൽ പോലും 1000 വോട്ട് തികച്ച് അവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആ 1% ഉണ്ടാക്കുന്ന ഡാമേജ് വളരെ വലുതാണ്. ജമാഅത്തെ ഇസ്ലാമിയും സവാറും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. രണ്ടുപേരും മതരാഷ്ട്രവാദം ഉയർത്തുന്നവരാണ്. ഹിന്ദു രാഷ്ട്രവാദത്തെ പിന്നെ ജമാഅത്തെ ഇസ്ലാമി സംഘപരിവാർ പറയുമ്പോൾ ഇസ്ലാം രാഷ്ട്രവാദമാണ് ജമാഅത്തെ ഇസ്ലാമിയുടേത്. അതിൽ ഒന്ന് നല്ലതും ഒന്ന് ചീത്തതും ആകുന്നത് എങ്ങനെ? രണ്ടും ഒരുപോലെ അപകടകരമാണ്. നമ്മൾ അങ്ങനെയല്ലേ കാണേണ്ടത്? തീർച്ചയായിട്ടും. അല്ലാതെ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ശരിയും സംഘപരിവാർ പറയുന്നത് തെറ്റുമാണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഇത് രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ തന്നെയാണ്. അതായത് ഇപ്പൊ മഹാരാഷ്ട്രയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒവൈസിയുടെ പാർട്ടി 100 സീറ്റിൽ പരം നേടിയിട്ടുണ്ട്. 100ഓളം, 98 ചില കണക്കുകളിൽ കാണുന്നു, ചിലതിൽ 100 കാണുന്നു. കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. എന്തായാലും 98-100 സീറ്റ് അവർ നേടിയിട്ടുണ്ട് അവിടെ. അത് അപകടകരമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയം വളരാൻ പാടില്ല. ഇത് BJPയുടെ ദേശീയ തലത്തിൽ മുസ്ലിം ലീഗ് അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? മുസ്ലിം ലീഗിനെ ഞാനൊരു സാമുദായിക പാർട്ടിയായി കാണുന്ന ആളാണ്. മുസ്ലിം ലീഗ് ഒരിക്കലും ഒരു സെക്കുലർ പാർട്ടിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല.
എങ്കിലും കുറച്ചുകൂടിയൊക്കെ ഒരു മതേതരത്വ സ്വഭാവം ഇടയ്ക്കെങ്കിലും ഒക്കെ കാണിക്കുന്ന ഒരു പാർട്ടിയല്ലേ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്? അത് അവർക്ക് കേരളത്തിൽ അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള അവരുടെ മുഖംമൂടി മാത്രമാണ്. കാരണം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ പാർട്ടിയുടെ സമ്മേളനങ്ങൾ തുടങ്ങുന്നത് മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിച്ചാണ്. അല്ലാഹു അക്ബർ വിളിച്ചു തുടങ്ങുന്നു, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നു, ഖുർആൻ വചനങ്ങൾ ഓതുന്നു. മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് പരസ്യമായി പ്രവർത്തിക്കുന്ന ഒരു സാമുദായിക പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതിനെ ഒരു സെക്കുലർ പാർട്ടിയായി ഞാൻ ഒരിക്കലും കാണുന്നില്ല. ഈ ഒവൈസിയുടെ വളർച്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മതേതര ഇന്ത്യക്ക് തന്നെ വലിയ ഭയപ്പാടോടുകൂടി നോക്കി കാണേണ്ടതാണ്. ഒവൈസിയും ഒവൈസിയുടെ ടീമും സംഘപരിവാർ സ്പോൺസർ ചെയ്യുന്ന സംഘടനയാണ്. അത് BJPയുടെ ബി ടീമാണ്. ഉദാഹരണത്തിന് ബീഹാറിലെ ജയിച്ച 5 MLA ഞങ്ങൾ NDA സഖ്യത്തിനാണ് പിന്തുണയ്ക്കുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ബീഹാറിൽ അത് തന്നെയാണ് എല്ലാ സ്ഥലത്തും നടക്കാൻ പോകുന്നത്. ഒവൈസിയെ കൊണ്ട് കളിപ്പിച്ച് മുസ്ലിം മതവർഗീയത വളർത്തി അതിലൂടെ നേട്ടം കൊയ്യാനുള്ള സംഘപരിവാറിന്റെ തന്ത്രമാണ് ഒവൈസിയുടെ വളർച്ച. അതിനകത്തൊരു സംശയമില്ല ആ കാര്യത്തിൽ. ഇവിടെ സോഷ്യലിസ്റ്റുകൾക്കും കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും എന്തുകൊണ്ടാണ് ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ സാധിക്കാത്തത്? മുസ്ലിങ്ങൾ എപ്പോഴും വൈകാരികമായ വിഷയങ്ങളെ സമീപിക്കുന്നു. അവരുടെ മുമ്പിൽ തീവ്ര വർഗീയത പറഞ്ഞ് പ്രസംഗിക്കുന്നതിലേക്ക് ഒരു ഭാഗം മുസ്ലിങ്ങൾ ചായുന്നുണ്ട് എന്നതിന് തെളിവാണല്ലോ ഒവൈസിയുടെ വളർച്ച. നമുക്ക് അങ്ങനെ അപ്പം സെക്കുലർ പാർട്ടികൾക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയില്ല. ഇപ്പൊ സോഷ്യലിസ്റ്റുകളുടെ കാര്യം നിങ്ങൾ ചോദിച്ചു. ഡോക്ടർ രാം മനോഹർ ലോഹിയയുടെ വിഖ്യാതമായ ഒരു പ്രസംഗമുണ്ട്. അതിൽ ലോഹിയ പറയുന്നത് ഇന്ത്യയിലെ അവസാന സോഷ്യലിസ്റ്റുകളുടെ മൃതശരീരത്തിൽ ചവിട്ടി മാത്രമേ നിങ്ങൾക്ക് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം അത്രയും ക്ലിയർ സ്റ്റാൻഡ് സോഷ്യലിസ്റ്റുകൾക്കുണ്ട് മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിൽ. അപ്പൊ അതിനേക്കാൾ വലുത് വൈകാരികമായി പ്രസംഗിക്കുന്നവരാണെന്ന് ചില ആളുകൾക്ക് തോന്നിയാൽ നമുക്ക് എന്ത് ചെയ്യാനൊക്കും? സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ തളർച്ച അതും ഒരു കാരണമായിട്ടില്ല ഈ ഒവൈസിയെ പോലുള്ള ആളുകളുടെ വളർച്ചയ്ക്ക്? ഒവൈസിയുടെ മാത്രമല്ല, സംഘപരിവാറിന്റെ വളർച്ചയ്ക്കും സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ തളർച്ചയും അവരുടെ കുടുംബാധിപത്യവും അവരുടെ തമ്മിലടിയും ഒരു കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, സോഷ്യലിസ്റ്റിൽ പെട്ടിട്ടുള്ള ജനതാദൾ, സെക്യുലർ ഒക്കെ ഇപ്പോൾ ഓൾറെഡി NDAയുടെ ഭാഗമാണ് ആണല്ലോ. ഞാൻ നിതീഷ് കുമാറുണ്ട്, മറ്റേ രാംവിലാസ് പാസ്വാന്റെ മകന്റെ പാർട്ടിയുണ്ട്, ചൗധരി ചരൺ സിംഗിന്റെ കൊച്ചുമോഹൻ അവരുടെ മന്ത്രിയല്ലേ, മുൻ മന്ത്രി പ്രധാനമന്ത്രി ചന്ദ്രശേഖറിന്റെ മകൻ ധീരജ് ശേഖർ BJPയുടെ MP ആണ്. അങ്ങനെ ഒരുപാട് ആളുകൾ അതിനകത്തേക്ക് മാറിയിട്ടുണ്ട്. എവിടെ നേട്ടം കിട്ടുന്ന അങ്ങോട്ട് മാറുന്ന കുറെ ആളുകൾ എല്ലായിടത്തും ഉണ്ടല്ലോ, അതെല്ലാ ഭാഗത്തിലും ഉണ്ടല്ലോ. ഈ കോൺഗ്രസിലെ മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട നേതാക്കന്മാരുടെ കുറവ് ഈ ഒവൈസിയുടെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ടോ? ഒവൈസിയുടെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് കാരണം സംഘപരിവാറിന്റെ വളർച്ച കാണിച്ചു. ഒവൈസി മുസ്ലിങ്ങളിൽ വൈകാരികമായ ഒവൈസിയുടെ പ്രസംഗങ്ങള്, പ്രചരണങ്ങള്, ഇതൊക്കെയാണ്. ഇവിടെ മദനി പണ്ട് ഉയർത്തിയ തന്ത്രമാണ് ഇപ്പൊ അവിടെ അദ്ദേഹം പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം രാജ്യത്തിന് ദോഷകരമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, എല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് നേരെ കടന്നുകയറ്റം കൂടുതലായിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായും ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാണ്. അവർക്ക് നേരെ കടന്നുകയറ്റം ഉണ്ടാകുന്നുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അവരുടെ വ്യവസായ സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ തകർക്കപ്പെടുന്നു, അവരുടെ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നു, അവരുടെ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു. അത് രാജ്യത്ത് നിഷേധിക്കാനാവാത്ത ഒരു സത്യമാണല്ലോ. അവരുടെ ആഹാരത്തിന്റെ പേരിൽ അവർ വേട്ടയാടപ്പെടുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അതിശക്തമായ ഭീഷണി ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ന്യൂനപക്ഷ സംരക്ഷണത്തിലൂടെ മാത്രമേ ലോകത്തിലെ ഏതൊരു പുരോഗമന സംസ്കാരത്തിനും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അത് ഇന്ത്യ മാത്രമല്ല, ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പ്രത്യേക പദ്ധതികളുണ്ട്. അത് മതപരമായ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല, റിലീജിയസ് മൈനോറിറ്റീസിന് മാത്രമല്ല, അത് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിനുണ്ട്, ഈ സെക്ഷൽ മൈനോറിറ്റീസിനുണ്ട്. അങ്ങനെ എല്ലാത്തരമുള്ള ന്യൂനപക്ഷങ്ങളെയും നമ്മൾ ചേർത്ത് നിർത്തുകയും ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ സംരക്ഷണം നൽകുകയും ചെയ്യുക എന്നുള്ളത് ഒരു ആധുനിക സമൂഹത്തിന്റെ കടമയാണത്. അത് മനസ്സിലാക്കേണ്ടതാണ്. അത് കൂടാതെ തന്നെ ഈ മഹാരാഷ്ട്ര കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അവിടെ ശിവസേനയുടെ ആധിപത്യം അവസാനിച്ചിരിക്കുന്നു. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ ഒരു ആധിപത്യം അവസാനിച്ചിരിക്കുന്നു. ഷിൻഡേക്ക് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച അത്രയും സീറ്റുകൾ അവിടെ ലഭിച്ചിട്ടില്ല. എന്നാൽ അന്തേരി, അതോടൊപ്പം തന്നെ അന്തേരി, മാഹിം പോലെയുള്ള സ്ഥലങ്ങൾ, ധാരാവി പോലെയുള്ള സ്ഥലങ്ങൾ, ഈ സ്ഥലങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ന്യൂനപക്ഷം കൂടുതലായിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ BJP ഇത്തവണ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന് കാരണം എന്തായിരിക്കും? ഒന്നാമതായിട്ട് എനിക്ക് സിബി പറഞ്ഞ ഒരു അഭിപ്രായത്തോട് യോജിപ്പില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി പരാജയപ്പെട്ടാൽ ആ പാർട്ടിയുടെ ആധിപത്യം അവസാനിച്ചു, നമ്മൾ കാര്യങ്ങളെ കാണരുത്.
ഉദാഹരണം 5 വർഷം മുമ്പ് നടന്ന ബീഹാർ 40 സീറ്റുകൾ മാത്രം മേടിച്ച് നിതീഷ് കുമാർ അവസാനം. ഇപ്പൊ നിതീഷ് കുമാറിന്റെ സ്ഥിതി എന്താ? 2005 തെരഞ്ഞെടുപ്പിലാണെന്ന് തോന്നുന്നു ലാലു പ്രസാദിന് 17 MLA-മാരല്ലേ ഉള്ളായിരുന്നു. അതിനുശേഷം നടന്ന 2010 തെരഞ്ഞെടുപ്പില്, അതിനുശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പിൽ ബീഹാർ നിയമസഭയിലെ ഏറ്റവും വലിയ കക്ഷി ഒറ്റ കക്ഷി അവരായിരുന്നു. അപ്പൊ നമ്മൾ ഓരോ സംസ്ഥാനത്തെ സ്ഥിതി അതാണ്. ഇപ്പൊ കേരളത്തിൽ കഴിഞ്ഞാണെങ്കിൽ UDF-ന് 40 സീറ്റേ ഉള്ളൂ എന്നതുകൊണ്ട് കേരളത്തിൽ UDF അവസാനിച്ചു നമുക്ക് പറയണം. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പരാജയം കൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനം അതിന്റെ സ്വാധീനം കുറഞ്ഞു എന്നുള്ള വിലയിരുത്തൽ ശരിയല്ല. അതൊരു തെരഞ്ഞെടുപ്പ് 5 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ തിരിച്ചും വരാം. അതുകൊണ്ട് ഉദ്ധവ് താക്കറയുടേതോ അല്ലെങ്കിൽ ഷിൻഡെ വിഭാഗത്തിന്റെ ഒന്നും ബോംബെയിലെ സ്വാധീനം മൊത്തത്തിൽ തീർന്നു എന്ന് എനിക്ക് അഭിപ്രായമില്ല. ഈ ഒവൈസി ഉയർത്തുന്ന രാഷ്ട്രീയം അത് മൊത്തത്തിൽ ഇന്ത്യക്ക് തന്നെ ഒരു ഭീഷണിയായിട്ട് മാറുമോ? ഒവൈസി ഉയർത്തുന്ന സംഘപരിവാർ ഉയർത്തുന്ന രാഷ്ട്രീയം തന്നെയാണ്. സംഘപരിവാറും ഒവൈസിയും ഒരേ തൂവൽ പക്ഷികളാണ്. അവര് ഒരുമിച്ച് പറക്കുകയാണ്, ഒരുമിച്ച് ചേക്കേറുകയാണ്, അവർ ഒരുമിച്ച് ഒടുങ്ങണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ ഒവൈസിയുടെ സ്പോൺസർ BJP ആണോ? ഒവൈസിയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒവൈസി BJP-യുടെ B ടീമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല സ്ഥലങ്ങളിലും മറ്റേ കോൺഗ്രസിന്റെ ആയിക്കഴിഞ്ഞാലും സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ ആയിക്കഴിഞ്ഞാലും ഒരു എന്താ പറയുക, ഒരു തോൽവിക്ക് കാരണം വോട്ട് കട്ടറായിട്ട് വരിക. മുസ്ലിം സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ഒവൈസിയുടെ പാർട്ടി അവതരിപ്പിക്കുക, സെക്കുലർ പാർട്ടികളുടെ വോട്ടുകളെ അത് ഭിന്നിപ്പിക്കുക. അതാണ് അയാളുടെ റോള്. എല്ലാ സ്ഥലങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഒവൈസി കേരളത്തിൽ വരാൻ സാധ്യതയുണ്ടോ? ഒവൈസി കേരളത്തിൽ എത്തുന്നു എന്നൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു. വയനാട് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർത്തുമെന്നൊക്കെ ഇടയ്ക്ക് കേട്ടിരുന്നു. അതിൽ വരാനുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒവൈസി അങ്ങനെ കേരളത്തിൽ വരികയായിരുന്നില്ല. ആ ഒവൈസിയുടെ കൂട്ടത്തിൽ ചേരാൻ സാധ്യതയുള്ളത് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളാണോ? തീർച്ചയായും വികാരത്തിനടുപ്പപ്പെട്ട് ചിന്തിക്കുന്നവരാണ് തീവ്രവാദത്തിന് പുറമെ പോകുന്നത്. വിവേകപരമായി ചിന്തിക്കുന്ന മനുഷ്യരാരും അവരുടെ കൂടെ പോകത്തില്ല. വൈകാരികമായി ചിന്തിക്കുന്ന കുറെ ആളുകൾ ചിലപ്പോൾ അതിന്റെ പുറകിന് പോകാം. പക്ഷെ അത് അപകടകരമാണ് എന്ന് നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഏതെങ്കിലും വിലയേറിയ സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.